വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മൾ ഇന്നൊരു മിച്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് മിച്ചർ നമ്മൾ മിച്ചറിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമ്മളിത് നല്ല നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച നല്ല ഫ്രഷ് വേപ്പിലയും മുളകും ഒക്കെ എടുത്തിട്ട് എണ്ണയിൽ വഴറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഈ കപ്പലണ്ടി വഴറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനല്ല കേട്ടോ ചെയ്യുന്ന കേസ്. അപ്പോൾ നമുക്കൊരു അമ്മയെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു സഹായത്തിന് എനിക്കൊരു അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ രാധമ്മയാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് മിച്ചറൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ രാധമ്മ അതിൻ്റെ എക്സ്പേർട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാധമ്മ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട് മിച്ചർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മാവൊക്കെ രാധമ്മ കുഴച്ചു. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞത് ഈ കായപ്പൊടിയും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കടലപ്പൊടി കുഴച്ച് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഉള്ളിയിലേക്ക് ഇത് ചെറിയ നൈസായിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചാനിട്ട് എടുത്തിരിക്കുന്നത്. ആ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ കൊണ്ടാണ് ആ മാവ് ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് ഇട്ട് ഒടിക്കുന്നത്. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. വേഗം അപ്പം തന്നെ മാക്സിമം ഇടാൻ പറ്റുന്നിടത്തോളം നമ്മൾ ഇടുന്നുണ്ട്. ഒരു ട്രിപ്പ് നമുക്ക് എത്രത്തോളം പിഴിയാൻ പറ്റുമോ അത്രത്തോളം പിഴിഞ്ഞ് ഞെക്കിയാണ് അത് ഇടുന്നത് കേട്ടോ. അത് കണ്ടോ, നന്നായിട്ട് തിളച്ചിരിക്കണം കേട്ടോ. ആ തിളച്ചിരിക്കുന്ന എണ്ണയിലാണ് അത് ഇടുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്രിസ്പ് ആവുകയും ചെയ്യും. അത് നന്നായിട്ട് സൂക്ഷിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ച് വിടുകയൊക്കെ ചെയ്യും കേട്ടോ. മറിച്ചിട്ടിട്ടാണ് അത് നമ്മൾ മറിച്ചിട്ടിട്ട് കോരുന്നുണ്ട്. അപ്പോൾ ഇത് കുറേശ്ശെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോകുന്നുണ്ട്. നല്ല നൈസായിട്ടുള്ള നൂലിലാണല്ലോ, നൂലപ്പത്തിൻ്റെ ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്തത് നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 1/2 കിലോ മാവിലാണ് കേട്ടോ, 1/2 കിലോ കടലപ്പൊടിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 4-5 പ്രാവശ്യം നമുക്ക് അടപ്പിലിടാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിങ്ങനെ വറുത്ത് കോരിയിട്ട് അത് തിരിച്ചൊക്കെ ഇടണം. ഒന്ന് മറിച്ചിട്ടിട്ട് പിന്നെ വേഗം ഇത് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ. അതെൻ്റെ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് മാവ് കുഴച്ച് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതാണ് അതൊരു വലിയ പാടായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി ഇതൊക്കെ വേഗം ചെയ്യും. പക്ഷെ കൈയൊക്കെ പൊള്ളാതിരിക്കാൻ സൂക്ഷിക്കണം കേട്ടോ ഗൈസ്. കൈ നല്ല തിളച്ച എണ്ണയുടെ ആ ആവി പൊങ്ങുന്നിടത്തേക്കാണ് അത് നേരിട്ട് തന്നെയാണ് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അത്ര ഈസി അല്ലാത്തവർക്ക് അത്ര വേഗം ചെയ്യാനും പറ്റത്തില്ല. കണ്ടോ, അപ്പോൾ ഇത് തിളച്ച എണ്ണ ഇതിലിട്ട് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫൈനൽ ഘട്ടത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി കുറച്ച് മുളക് പൊടിയും കൂടിയൊക്കെ ചേർത്തിട്ട് ഇതെന്തേ നമ്മൾ മുറത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും കേട്ടോ. നമ്മളെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യും. കായപ്പൊടിയും ഉപ്പ് മുളക് പൊടി പിന്നെ അതേ നമ്മുടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന വേപ്പില ഉണക്കമുളക് പിന്നെ കപ്പലണ്ടി പിന്നെ അതേ നമ്മൾ ഫ്രഷ് ആയിട്ട് മേടിച്ചിട്ടുള്ള നമ്മുടെ ഒരു പരിപ്പുണ്ടല്ലോ, ഈ മിച്ചറിന് കൂടി ഇടുന്ന പരിപ്പ്, ആ പരിപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യുന്നത്.
ഹലോ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ വേഗം വരുന്നതാണ് കേട്ടോ. താങ്ക് യു.